ലൈംഗിക ആരോപണ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് MLA ഒഴിയുമെന്ന സൂചന വരുന്നു. എന്നാൽ MLA സ്ഥാനം മുകേഷ് ഒഴിയേണ്ട എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. മാത്രമല്ല പാർട്ടി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളുമായി ചെക്ക് ചെയ്തതിന് ശേഷം അറിയിക്കുന്നത്. ദിലീപ് കുമാർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. യഥാർത്ഥത്തിൽ പാർട്ടി ചെന്നുപെട്ട പ്രതിസന്ധി ഉൾപ്പെടെ ദിലീപ് കുമാർ അസസ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. എന്തൊക്കെയാണ് കാര്യം? കാരണം ആരോപണങ്ങൾ ഉണ്ടായാൽ രാജിവെക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ കേരളത്തിലുണ്ട്. അപ്പോൾ മുകേഷിന് മാത്രം പ്രത്യേകിച്ചൊരു നിയമം ആവശ്യമില്ലല്ലോ, പറയൂ. CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യം പറയാതെ വയ്യ. കാരണം നേരത്തെ തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദം, അതിനെ മന്ത്രി സജി ചെറിയാൻ ന്യായീകരിച്ച വിഷയം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് CPIM-നെതിരെ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മുകേഷിനെതിരെ ആരോപണവുമായി നടി രംഗത്തെത്തിയിട്ടുണ്ട്. മിനു മുനീർ കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട്, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്, അതിൻ്റെ ഒരു തുടർച്ചയെന്ന നിലയിലാണ് സിനിമാ നയരൂപീകരണ സമിതി രൂപീകരിച്ചത്. 10 അംഗ സമിതിയാണ് ഷാജി എൻ കരുൺ ചെയർമാനായിക്കൊണ്ട് രൂപീകരിച്ചത്. മിനി ആൻ്റണിയാണ് ഇതിൻ്റെ സെക്രട്ടറി. ഈ 10 അംഗ സമിതിയിൽ മുകേഷിനെ ഉൾപ്പെടുത്തിയതിനെതിരായ വിമർശനം ഇതിനകം തന്നെ പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. ആരോപണ വിധേയനായ ഒരാളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമിതി രൂപീകരിക്കുക എന്നത് അപ്രായോഗികമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സത്തയ്ക്ക് നിരക്കാത്തതാണ് എന്ന വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഈ മുകേഷിനെതിരായ ആരോപണത്തെ പിന്തുണയ്ക്കുന്നവരും ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് മുകേഷ് ഈ സ്ഥാനം ഒഴിയുന്നതിനുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഈ സമിതിയുടെ അംഗം എന്ന നിലയിൽ ചുമതല ഏൽക്കില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. മാത്രമല്ല ഇതിൻ്റെ ചുമതലയുള്ള ഷാജി എൻ കരുണിനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ഇതിൻ്റെ സമിതിയുടെ തുടർ പ്രവർത്തനങ്ങൾ, എങ്ങനെയായിരിക്കും, സമിതി പുനഃസംഘടിപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. മഞ്ജു വാര്യർ അടക്കമാണ് 10 അംഗ സമിതിയെ രൂപീകരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം മുകേഷിൻ്റെ MLA സ്ഥാനം അദ്ദേഹം ഒഴിയണം എന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ MLA സ്ഥാനം നിലവിൽ ഒഴിയേണ്ടതില്ല എന്ന വിലയിരുത്തലാണ് CPM നേതൃത്വത്തിനുള്ളത്. അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്തുകയാണെങ്കിൽ മാത്രം അദ്ദേഹം MLA സ്ഥാനം ഒഴിഞ്ഞാൽ മതി എന്ന നിലപാടിലേക്ക് CPM എത്തിയിട്ടുണ്ട്. നിലവിൽ തന്നെ MLA-മാരായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിക്കും അതോടൊപ്പം തന്നെ M വിൻസെൻറ്റിനും കോൺഗ്രസ് അംഗങ്ങളാണ് ഇരുവരും. രണ്ടുപേർക്കുമെതിരെ നേരത്തെ പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. നേരത്തെ ഹണി ട്രാപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് AK ശശീന്ദ്രൻ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു, പക്ഷേ MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല. അതുകൊണ്ട് കുറ്റക്കാരനെന്ന് കണ്ടെത്തും വരെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന വിലയിരുത്തലാണ് CPIM നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും CPIM-നെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയരുന്നതെങ്കിലും CPIM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളും പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികളും തന്നെ ദിലീപ് കുമാർ പറഞ്ഞ ഈ കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രവുമല്ല, ആരോപണം വന്നാലുടൻ അന്വേഷണവും കേസോ ചാർജോ FIR-ഓ ഒന്നുമില്ലാതെ ഒരു രാജിയിലേക്ക് പോകുന്നതൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും പ്രോത്സാഹിപ്പിക്കില്ല എന്ന സാമാന്യ ബുദ്ധി ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് നമുക്ക് പറയേണ്ടത്. രഹമത്തുള്ള തൈൽ പറയുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ എല്ലാ മലയാളം ചാനൽ വാർത്തകളും ഇയർഫോൺ വെച്ച് കേൾക്കേണ്ട സാഹചര്യമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ തുറന്നു പറയുന്ന പല ആരോപണങ്ങളും അതേപടി ലൈവായി പോകുന്നത് കൊണ്ട് പലർക്കും ധൈര്യമായിട്ട് വാർത്താ ചാനൽ ഓപ്പൺ ചെയ്തിടാൻ പറ്റുന്നില്ല എന്ന രീതിയിലുള്ള പരാതികൾ പ്രേക്ഷകരിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. ഗുണപരമായൊരു മാറ്റം പെട്ടെന്ന് തന്നെ ഈ വാർത്താ ചാനലുകൾ കണ്ടുപിടിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ ആരോപണങ്ങളും സത്യാന്വേഷണവും ഒക്കെ വേണം. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ മലയാള വാർത്താ ചാനലിനുള്ള ഒരു സാംസ്കാരിക ഗരിമ നമ്മൾ പറയുന്നത്, ഒരു കൾച്ചറൽ ഔന്നിത്യം ഉണ്ടല്ലോ, ആ സാധനം ഇല്ലാതാകാൻ പാടില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. മാത്രവുമല്ല, അത് ഇല്ലാതായാൽ, ഒരിക്കലും ഇതൊക്കെ ഇല്ലാതായാൽ പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഡയറക്റ്റായിട്ട് പ്രതികരിക്കാം. നിങ്ങൾ വിളിക്കുന്ന ഒരു നമ്പറില്ലേ, ആ നമ്പറിലേക്ക് തന്നെ നിങ്ങൾക്ക് 24-ലേക്ക് ആ നമ്പർ ഞാൻ കാണിച്ചു തരാം. ആ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കാര്യം പറയാം. നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി ഈ കാര്യത്തിൽ വേണം. കാര്യം പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും ഈ കാര്യത്തിൽ ഞങ്ങൾ വളരെ വിലമതിക്കുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് തന്നെയായിരിക്കും 24 മുന്നോട്ട് നീങ്ങുക. എന്തായാലും ഒരു സാംസ്കാരിക ചുതി ഉണ്ടാക്കാൻ
24 തയ്യാറല്ല എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കട്ടെ. മാത്രമല്ല കുടുംബിനികളും പ്രിയപ്പെട്ട കുടുംബ പ്രേക്ഷകരും ഒരു കാരണവശാലും പേടിക്കേണ്ട. അങ്ങനെ ഒരു യാത്രയിൽ നമ്മൾ ഉണ്ടാകില്ല. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ 0484283050 ഈ ഒരു മൂല്യച്യുതി നമ്മുടെ മലയാളം ചാനലുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുമ്പോൾ അതിൽ നിങ്ങളുടെ എങ്ങനെ പോകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങൾക്ക് മോർണിംഗ് ഷോയിൽ അറിയിക്കാൻ ഈ നമ്പർ ഉപയോഗിക്കാം. 04842830 510.